കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജിനെ നമുക്ക് മലയാളത്തിൽ നമ്മുടെ ശരീരഭാഷ എന്ന് പറയാം. ബോഡി ലാംഗ്വേജും സംസാരവും ഇടകലർത്തി പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ സംസാരം അല്പം കുറവും, എന്നാൽ ബോഡി ലാംഗ്വേജ് വളരെ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ചിലർക്ക് നേരെ തിരിച്ചാണ്, അവർ കൂടുതൽ സംസാരിക്കും, പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ശരീരം കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവുമായിരിക്കും. എന്തായിരുന്നാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവർ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, അതർ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം അയാൾ ശ്രദ്ധിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ ബോഡി ലാംഗ്വേജിനെ കാണാൻ. നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിന് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 മെത്തേഡുകളാണ്. ഒന്ന്, പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. 2, സീക്ക് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത് സഹകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. 3ാമത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്തിട്ട് എവിടെയാണ് കറക്ഷൻ വരുത്തേണ്ടതെന്ന് നോക്കിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഇതാണ് ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ. വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്, അതായത് നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തുള്ള ചില ടിപ്സാണ് പറയാൻ പോകുന്നത്. 1, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അത് നമ്മൾ മുമ്പ് എവിടെയോ വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൂടാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഈ അനാവശ്യമായി കുനിയുകയോ നിവരുകയോ അല്ലെങ്കിൽ ശരീരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിക്കുന്നത് ഒഴിവാക്കുക. അത് നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് സഹായിക്കും. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഐ കോണ്ടാക്റ്റോട് കൂടി മറ്റൊരാളുടെ കണ്ണിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള അല്ലെങ്കിൽ ആ സാഹചര്യത്തിലുള്ള താല്പര്യവും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ആണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ മുഖഭാവം എന്ന് പറയുന്നത്, നിങ്ങൾ ആ സബ്ജക്റ്റിനകത്ത്, ആ ഒരു കോൺവെർസേഷനകത്ത് നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് എൻഗേജ്ഡ് ആണ് എന്നുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും നാച്ചുറൽ ആയിരിക്കണം. മറ്റൊരാളെ അനുകരിച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ലാംഗ്വേജ് വളരെ ഇമ്പ്രസീവായിട്ട് നിങ്ങൾക്ക് തോന്നി, അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു മൂവിയോ എന്തെങ്കിലും കണ്ടിട്ട് അതിനകത്തുള്ള ഒരു ആക്ടറിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുകരിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ്, നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒഴിവാക്കുക. കാരണം അതൊരു ഫേക്ക് ഐഡൻറ്റിറ്റി പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബോഡി ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ സംസാരിക്കുക, പെരുമാറുക. അപ്പോഴാണ് നിങ്ങൾ ജെന്യുവൻ ആണെന്ന് ഇൻ്റർവ്യൂവറിന് തോന്നുന്നത്.